أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവാനുരാഗത്തിന്റെ എണ്ണമറ്റ സംഭവങ്ങളുണ്ട്. മാത്രമല്ല അവിടുത്തെ ഓരോ പ്രവൃത്തിയും ഓരോ സംഭവവും വിരൽ ചൂണ്ടുന്നത് അവിടുത്തെ ഹൃദയത്തിൽ എപ്പോഴും ദൈവാനുരാഗത്തിന്റെ ഒരു സമുദ്രം തിരതല്ലിക്കൊണ്ടിരുന്നു എന്നതിലേക്കാണ്. അതിന്റെ ഒരു കാഴ്ച ഉഹുദ് യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അവിടുത്തെ ദൈവാനുരാഗത്തിന്റെ വിങ്ങലിന്റെ അത്ഭുതകരവും സവിശേഷവുമായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഹസ്രത്ത് ബറാ റളിയല്ലാഹു അൻഹു വിവരിച്ചതായി നിവേദനത്തിൽ വരുന്നു, ഉഹുദ് ദിനത്തിൽ ഞങ്ങൾ മുശ്രിക്കുകളെ നേരിട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തുകാരുടെ ഒരു സംഘത്തെ നിശ്ചയിക്കുകയും ഹദരത്ത് അബ്ദുള്ളയെ അവരുടെ അമീറായി നിയമിക്കുകയും ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അനങ്ങരുത് എന്ന് അവിടുന്ന് കർശന നിർദ്ദേശവും നൽകി. ഞങ്ങൾ അവരുടെ മേൽ വിജയം കൈവരിക്കുന്നത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ മാറരുത്. ഇനി അവർ ഞങ്ങളുടെ മേൽ വിജയം നേടുന്നത് കണ്ടാലും ഞങ്ങളെ സഹായിക്കാൻ വരരുത്. അതായത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഉപേക്ഷിക്കരുത്. അതായത് ഇവിടെ സംഭവത്തിന്റെ അന്ത്യത്തിൽ കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ഉള്ളിൽ ദൈവപ്രേമത്തിന്റെ എങ്ങനെയുള്ള ആവേശമായിരുന്നു എന്നതാണ്. യുദ്ധം നടന്നപ്പോൾ ശത്രുക്കൾ ഓടിപ്പോയെന്നും മുശ്രിക്ക് സ്ത്രീകൾ മലകളിലേക്ക് ഓടുന്നത് താൻ കണ്ടുവെന്നും നിവേദകൻ വിവരിക്കുന്നു. അവർ തങ്ങളുടെ വസ്ത്രം കണങ്കാലിൽ നിന്ന് ഉയർത്തിയിരുന്നു. അവരുടെ പാദസരങ്ങൾ വെളിവാകുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ യുദ്ധമുതൽ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ഹദരത്ത് അബ്ദുള്ള അവരെ തടഞ്ഞു. അതായത് തന്റെ കൂടെയുള്ള സംഘത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാറരുതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർ അത് കേട്ടില്ല. അവർ ആ മലയിടുക്ക് ഉപേക്ഷിച്ച് യുദ്ധം മുതൽ ശേഖരിക്കാൻ വന്നപ്പോൾ അള്ളാഹു ആ മുസ്ലിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു. അതായത് മലയിടുക്ക് ഉപേക്ഷിച്ച് ആളുകൾ യുദ്ധം മുതൽ ശേഖരിക്കാൻ വന്നപ്പോൾ അള്ളാഹു മുസ്ലിങ്ങളിൽ നിന്നും വിമുഖത കാണിച്ചു. യുദ്ധഗതി മാറി. ശത്രുക്കൾ വീണ്ടും ആക്രമിക്കുകയും 70 മുസ്ലിങ്ങൾ രക്തസാക്ഷികളാകുകയും ചെയ്തു. ഈ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടൊപ്പം മലയടി വാരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അബൂ സുഫിയാൻ ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് വിളിച്ചു ചോദിച്ചു, ആളുകൾക്കിടയിൽ മുഹമ്മദ് ഉണ്ടോ? അവിടുന്ന് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് മറുപടി നൽകേണ്ട. പിന്നീട് അയാൾ ചോദിച്ചു, ഈ ആളുകൾക്കിടയിൽ ഇബ്നു കുഹാഫ അതായത് ഹസ്രത്ത് അബൂബക്കർ ഉണ്ടോ? അവിടുന്ന് പറഞ്ഞു, മറുപടി നൽകേണ്ടതില്ല. വീണ്ടും അയാൾ ചോദിച്ചു, ഈ ആളുകൾക്കിടയിൽ ഇബ്നു ഖത്താബ് ഉമർ ഉണ്ടോ? ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, നോക്കൂ, ഇവരെല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മറുപടി നൽകിയേനെ. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന് ആത്മനിയന്ത്രണം സാധിക്കാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഓ ദൈവശത്രുവെ, നീ കള്ളം പറഞ്ഞിരിക്കുന്നു. നിന്നെ അപമാനിക്കുന്നവനെ അള്ളാഹു നിനക്കെതിരെ ജീവനോടെ നിർത്തിയിരിക്കുന്നു. അബൂ സുഫിയാൻ ഉലു ഹുബുൽ ഹുബുൽ നീണാൾ വാഴട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇത് കേട്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാകുകയും നിങ്ങൾ ഇതിന് മറുപടി നൽകുക എന്ന് പറയുകയും ചെയ്തു. സഹാബികൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹു അത്യുന്നതനും മഹാനുമാണ് എന്ന് പറയുക. അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്,
നിങ്ങൾക്ക് യാതൊരു ഉസ്യുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന് മറുപടി നൽകുക. സഹാബികൾ ചോദിച്ചു, എന്താണ് മറുപടി പറയേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ആണ് ഞങ്ങളുടെ സഹായി, നിങ്ങൾക്കൊരു സഹായിയുമില്ല എന്ന് പറയുക. അള്ളാഹുവിന്റെ അഭിമാനവും അള്ളാഹുവിനോടുള്ള സ്നേഹവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും അവിടുന്ന് സ്വന്തം ജീവനെ പോലും വകവെച്ചില്ല. ഉടൻ തന്നെ അതിന് മറുപടി നൽകാൻ അവിടുന്ന് സഹാബാക്കളോട് കൽപ്പിച്ചു. ആദ്യം യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മറുപടി നൽകാൻ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഹജറത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തെ ഉദ്ധരിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുമുണ്ടായിരുന്നവരും കാഫിറുകളുടെ തള്ളിക്കയറ്റം കാരണം പിന്നിലേക്ക് മാറ്റപ്പെട്ടവരുമായ സഹാബികൾ കാഫിറുകൾ പിൻവാങ്ങിയ ഉടൻ വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തടിച്ചുകൂടി. അതായത് സഹാബികൾ ഒത്തുകൂടുകയും അവിടുത്തെ പവിത്രമായ ശരീരം അവർ ഉയർത്തുകയും ചെയ്തു. കാരണം അവിടുന്ന് മോഹാലസ്യപ്പെട്ട് വീണിരുന്നു. ഉബൈദ് ബിൻ അൽ ജറാ എന്ന സാബി അവിടുത്തെ തലയിൽ തറച്ചിരുന്ന ആണി തന്റെ പല്ലുകൾ കൊണ്ട് ശക്തിയായി പുറത്തെടുത്തു. അങ്ങനെ ചെയ്തത് മുഖേന അദ്ദേഹത്തിന്റെ 2 മുൻനിര പല്ലുകൾ ഒടിഞ്ഞുപോയി. അല്പസമയത്തിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം തിരിച്ചു കിട്ടി. പരിക്കുകൾ കാരണം അവിടുന്ന് ബോധരഹിതനായിരുന്നു. ഇതിനാൽ അദ്ദേഹത്തിന്റെ 2 പല്ലുകൾ ഒടിഞ്ഞുപോയി. അവിടത്തേക്ക് ബോധം വന്നതിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെന്നും എല്ലാവരും അവിടേക്ക് വരണമെന്നും അറിയിക്കാനായി സഹാബികൾ മൈതാനത്തിന് 4 പാടും ആളുകളെ അയച്ചു, ആളുകളെ വിന്യസിച്ചു. എന്നാൽ അവിടുന്ന് നൗസുബില്ല ഷഹീദായി രക്തസാക്ഷിയായി എന്ന് ശത്രുക്കൾ കിംവദന്തി പരത്തിയിരുന്നു. ചിതറിപ്പോയ മുസ്ലിം സൈന്യം വീണ്ടും ഒത്തുചേരാൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി മലയടിവാരത്തിലേക്ക് നീങ്ങി. മല അടിവാരത്തിൽ അവശേഷിച്ച സൈന്യം നിൽക്കുമ്പോൾ അബൂ സുഫിയാൻ ഉറക്കി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നുകളഞ്ഞു. ശത്രുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വീണ്ടും ആക്രമിക്കാതിരിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ വാക്കിന് മറുപടി നൽകിയില്ല. മുസ്ലിങ്ങൾ മരിച്ചിട്ടില്ലെന്നും എന്നാൽ പരിക്കേറ്റിരിക്കുകയാണെന്നും ശത്രുക്കൾ മനസ്സിലാക്കിയാൽ മുസ്ലിങ്ങൾക്ക് ആ 2ാമത്തെ ആക്രമണം താങ്ങാൻ കഴിയില്ലെന്നും പരിക്കേറ്റ മുസ്ലിങ്ങൾ വീണ്ടും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാകുമെന്നും അവിടുന്ന് കരുതി. ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഇതിന് മറുപടി ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ തന്റെ ധാരണ ശരിയാണെന്ന് അബൂ സുഫിയാൻ ഉറപ്പായി. അവൻ വീണ്ടും ഉറക്കി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെയും കൊന്നു. അബൂബക്കറിനോടും മറുപടി നൽകരുതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. പിന്നീട് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഉമറിനെയും കൊന്നിരിക്കുന്നു. അപ്പോൾ അതീവ ആവേശഭരിതനായിരുന്ന ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ജീവനോടെയുണ്ട്, നിങ്ങളെ നേരിടാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് മറുപടി നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ മുസ്ലിങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്തരുത്, നിശബ്ദനായിരിക്കുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞു വിലക്കി. ഈ ദുർബലാവസ്ഥയിൽ അവർ ആക്രമിച്ചാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ ഇസ്ലാമിന്റെ സ്ഥാപകനെയും അദ്ദേഹത്തിന്റെ ഇടതും വലതും ഭാഗത്തുള്ളവരെയും കൊന്നുകഴിഞ്ഞു എന്ന് കാഫിറുകൾക്ക് ഉറപ്പായി. ഇതിൽ ആഹ്ലാദിച്ചുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും മുദ്രാവാക്യം വിളിച്ചു, ഊലു ഹുബൽ, ഊലു ഹുബൽ. അതായത് ഞങ്ങളുടെ ആദരണീയനായ വിഗ്രഹമായ ഹുബൽ, ഹുബൽ നീണാൾ വാഴട്ടെ. അത് ഇന്ന് ഇസ്ലാമിനെ, ഹുബൽ ഇന്ന് ഇസ്ലാമിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. സ്വന്തം മരണവാർത്ത അറിയിച്ചപ്പോഴും അബൂബക്കറിന്റെയും ഉമറിന്റെയും മരണവാർത്തകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും നിശബ്ദത പാലിക്കാൻ ഉപദേശിച്ച അതേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ ദൈവത്തിന് പങ്കുകാരെ ചേർക്കുന്ന മുദ്രാവാക്യം മൈതാനത്ത് മുഴങ്ങിയപ്പോൾ അവിടുത്തെ ആത്മാവ് അസ്വസ്ഥമായി. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അവിടുന്ന് അരുളി ചെയ്തു, അല്ലാഹു ആലാ വ അജൽ, അല്ലാഹു ആലാ വ അജൽ എന്ന് പറയുക. അതായത് ഹുബലിന്റെ മഹത്വം ഉയർന്നു എന്ന് നിങ്ങൾ പറയുന്നുവോ? എന്നാൽ അല്ലാഹു വഹദഹു ലാ ശരീക ലഹു മാത്രമാണ് ആദരണീയൻ. ഏകനും പങ്കുകാരനുമില്ലാത്ത അല്ലാഹു മാത്രമാണ് ആദരണീയൻ. അവിടുത്തെ മഹത്വമാണ്, അള്ളാഹുവിന്റെ മഹത്വമാണ് ഉന്നതം, ഹുബലിൻ്റെതല്ല. ഇപ്രകാരം അള്ളാഹു ജീവിച്ചിരിപ്പുണ്ട് എന്ന വാർത്ത, അതുപോലെ തന്നെ റസൂലുള്ള താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന വാർത്ത ശത്രുക്കളെ അറിയിച്ചു. ഈ ധീരവും സാഹസികവുമായ മറുപടി കാഫിറുകളുടെ സൈന്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ മറുപടിയോടെ അവരുടെ പ്രതീക്ഷകൾ തകരുകയും
തങ്ങളുടെ മുന്നിൽ പരിക്കേറ്റ ഒരുപിടി മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഭൗതിക നിയമപ്രകാരം അവരെ കൊന്നുകളയാൻ സാധിക്കുമെന്നും ബോധ്യമുണ്ടായിട്ടും അവർ വീണ്ടും ആക്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. തങ്ങൾക്ക് ലഭിച്ച വിജയത്തിന്റെ ആഹ്ലാദവുമായി അവർ മക്കയിലേക്ക് മടങ്ങിപ്പോയി. जिन पर हमला करके उनको मार देना അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഷിർക്കിന്റെ അംശം പോലും വരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാക്കിയിരുന്നില്ല. उसी की खुशियां मनाते हुए ഹസ്രത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഇപ്രകാരം വരുന്നു. ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, शिरक का शायबा भी ना आने देते थे. एक रिवायत അള്ളാഹു ഇച്ഛിക്കുന്നതും അവിടുന്ന് ഇച്ഛിക്കുന്നതും നടക്കട്ടെ എന്ന്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കിയിരിക്കുന്നോ? अल्लाह चाहे और आप चाहें, മറിച്ച് അള്ളാഹു ഏകനായി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക. ഷിർക്കിന്റെ ചെറിയ നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ അള്ളാഹുവും അവിടുത്തെ ഇഷ്ടവും എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നതും അവിടുത്തെ കൃപയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ബർക്കത്ത് ലഭിക്കും എന്ന് പറയുന്നതിൽ चाहे और आप चाहें തെറ്റില്ല. कि जो अल्लाह ताला പ്രാർത്ഥനയുടെ പരിധി വരെ അത് ശരിയാണ്. എന്നാൽ അവിടുന്ന് ഉദ്ദേശിക്കുന്നത്, റസൂലുള്ള ഉദ്ദേശിക്കുന്നത് പറയുന്നത് തെറ്റാണ്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കർശനമായി വിലക്കിയിരുന്നു, വെറുത്തിരുന്നു. പിന്നീട് ആളുകൾ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുമോ എന്ന ആശങ്ക അവിടത്തേക്കുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ മുമ്പും സൂചിപ്പിച്ചതാണ്, മുസ്ലിങ്ങൾ പീർമാരുടെയും ഫക്കീർമാരുടെയും ഖബറുകളിൽ പോയി ആരാധിക്കുകയും അവിടെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഖബറുകളെ പള്ളിയാക്കുന്നത്, മസ്ജിദ് ആക്കുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. ഹജറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് കാരണമായ ആ രോഗാവസ്ഥയിൽ, मस्जिद बनाने से मना फरमाया है. അതായത് അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് അരുളി ചെയ്തു, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, അതായത് സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി. ഹജറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിരുന്നില്ലെങ്കിൽ അവിടുത്തെ ഖബർ തുറസായ സ്ഥലത്ത് വയ്ക്കുമായിരുന്നു. എന്നാൽ അത് ഒരു മസ്ജിദാക്കി മാറ്റപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അത് ആരാധനാ സ്ഥലമാക്കാതിരിക്കാൻ തുറസായ സ്ഥലത്ത് വെക്കാതിരുന്നത്. ഇന്നത്തെ കാലത്ത് അവിടെ ഗവൺമെന്റ് അതിന്റെ ചുറ്റും കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കമ്പിവേലുകളും മതിലുകളുമുണ്ട്. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ശിർക്കും നടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഈ ഒരു കാര്യം എന്തായാലും അവർ നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഷിർക്കിനോട് അവിടത്തേക്ക് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു. അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ഒരു നിവേദനം ഇപ്രകാരമാണ് വരുന്നത്. ഹസരത് ഇബ്നു അബി കാബിൽ നിന്നും നിവേദനം, മുശ്രിക്കുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവിന്റെ അള്ളാഹുവിന്റെ വംശപരമ്പര ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ അള്ളാഹു താല ഇങ്ങനെ ആയത്തുകൾ ഇറക്കി, ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു പരാശ്രയമുക്തനാണ്. അവിടുന്ന് അള്ളാഹു ഏകനും അദ്വിതീയനുമാണ്. അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരെങ്കിലും ജനിക്കപ്പെട്ടിട്ടുമില്ല. കാരണം ജനിക്കുന്ന ഏതൊരു വസ്തുവും മരിക്കും, മരിക്കുന്ന ഏതൊരു വസ്തുവിനും ഒരു അനന്തരാവകാശം ഉണ്ടാകും. എന്നാൽ അള്ളാഹു മരിക്കുകയില്ല, അവന് അനന്തരാവകാശം ഉണ്ടാകുകയില്ല. അവന് തുല്യനായി ആരുമില്ല. നിവേദകൻ പറയുന്നു, അവന് സാമ്യമുള്ളവരോ തുല്യരോ അവനെ പോലെയുള്ളവരോ ആരുമില്ല. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു അവസരവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിരുന്നില്ല. എല്ലാ സാഹചര്യത്തിലും അത് പരാമർശിക്കുമായിരുന്നു. അവിടുത്തെ ഓരോ വാക്കിൽ നിന്നും അള്ളാഹുവിനോടുള്ള സ്നേഹം തുളുമ്പുമായിരുന്നു. അവിടുന്ന് സംസാരിക്കുന്ന ഓരോ സന്ദർഭത്തിലും അവിടുത്തെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നുവെന്നും അവിടുത്തെ ഹൃദയം ആ സ്നേഹത്താൽ ഭരിതമാണെന്നും മറ്റൊന്നും ആ ഹൃദയത്തിൽ ഉണ്ടായില്ല എന്നും വ്യക്തമായിരുന്നു. ഹദരത്ത് സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു വിവരിച്ചു, ഹുദൈബിയയിൽ രാത്രിയിലുണ്ടായ മഴയ്ക്ക് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സുബഹി നമസ്കരിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എന്താണ് അരുളി ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹു ഹൃദയങ്ങളിലുള്ള അവസ്ഥ അറിയുന്നവനാണ്. മഴ കണ്ടപ്പോൾ ജനങ്ങളുടെ ചിന്ത എന്തായിരിക്കുമെന്ന് അള്ളാഹു അറിയുകയും അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ജനങ്ങൾ പറഞ്ഞു, അള്ളാഹിനും അവിടുത്തെ റസൂലുമാണ് നന്നായി അറിയുന്നത്. അവിടുന്ന് അരുളി ചെയ്തു, അള്ളാഹു പറയുന്നു, എന്റെ ദാസന്മാരിൽ ചിലർ എന്നിൽ വിശ്വസിക്കുന്നവരായും ചിലർ നിഷേധിക്കുന്നവരായും പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു. അതായത് രാത്രിയിലെ മഴ കണ്ട് പ്രഭാതമായപ്പോൾ ചിലർ വിശ്വാസികളായും ചിലർ നിഷേധികളായും ഉണർന്നു. അള്ളാഹുവിന്റെ കൃപയാലും കാരണത്താലുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ എന്നിൽ വിശ്വസിക്കുന്നവനാണ്, യഥാർത്ഥ വിശ്വാസിയാണ്.
ये कहा कि ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കൃപയാലാണ് മഴ ലഭിച്ചതെന്ന് പറയുന്നവർ വിശ്വാസികളാണ്. वो मुझ पर ईमान लाने वाला है। അവർ നക്ഷത്രങ്ങളെ നിഷേധിക്കുന്നവരാണ്. ये कहा ആ കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു, നക്ഷത്ര പൂജ ഉണ്ടായിരുന്നു. ശരിയായ ശിക്ഷണം അവർക്ക് കുറവായിരുന്നു. അനേകം മുഷിക്കുകൾ ഈ രീതിയിലാണ് ഇസ്ലാമിൽ ചേർന്നത്. അതിനാൽ ചിലർ പറയുമായിരുന്നു ഇന്ന് നക്ഷത്രം കാരണമാണ് ഇന്ന് മഴ ലഭിച്ചതെന്ന്. അപ്രകാരം ഇന്ന് നക്ഷത്രങ്ങൾ കാരണമാണ് മഴ ലഭിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ करने वाले അവർ എന്നെ നിഷേധിക്കുന്നവരും कि फलां तारीख നക്ഷത്രത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. അള്ളാഹു അവിടുത്തോട് അരുളി ചെയ്തു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് मेरा इनकार करने പൂർണ്ണമായ ബോധ്യമുള്ളതുപോലെ അങ്ങയുടെ വിശ്വാസികളോടും പറയുക, എത്ര സൂക്ഷ്മമായ കാര്യത്തിലും അള്ളാഹുവിന്റെ തൗഹീദും സ്നേഹവും നിങ്ങൾ അംഗീകരിക്കണം. जिस तरह तू खुदा ताला की इबादत ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അതിൽ വിശ്വസിക്കുന്നവരായി മാറണം. लाने वालों को बता दे कि किस बारी ഹസ്രത്ത് ജാബിർ അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, दिल की गहराई से इस पर यकीन रखना। യാ റസൂലല്ലാ, हज़रत जाबिर സ്വർഗത്തെയും നരകത്തെയും നിർബന്ധമാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏവയാണ്, वसल्लम के पास ഏതെല്ലാമാണ്? അവിടുന്ന് അരുളി ചെയ്തു, അള്ളാഹുവിനോട് യാതൊന്നിനും പങ്കുചേർക്കാത്ത അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. അതിനാൽ ഇന്നും ചോദിക്കുന്ന ഏതൊരാൾക്കും ഷിർക്ക് എന്താണ് എന്നതുള്ള മറുപടി ഇത് തന്നെ മതിയാകും. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം बनाता था പ്രസ്താവിച്ചതുപോലെ ഉപാധികൾക്കുമേലുള്ള കാര്യകാരണങ്ങൾക്കുമേലുള്ള വിശ്വാസം, സ്വന്തത്തോടുള്ള നഫ്സിനോടുള്ള വിശ്വാസം, സ്വന്തം യോഗ്യതയുള്ള വിശ്വാസം, തന്റെ സമ്പത്തിലുള്ള വിശ്വാസം, തന്റെ കുടുംബത്തിലും ഗോത്രത്തിലുമുള്ള വിശ്വാസം, തന്റെ സന്താനങ്ങളിലുള്ള വിശ്വാസം, ചുരുക്കത്തിൽ ഏതൊരു കാര്യത്തിലാണോ മനുഷ്യൻ അള്ളാഹുവിനെ പ്രഥമമായി പരിഗണിക്കാതെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെയും വരവേൽപ്പിക്കുന്നത് പൂർണ്ണമായും അവൻ ഷിർക്ക് ചെയ്യുന്നവനായിത്തീരുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങളിൽ നാം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഷിർക്കിൽ നിന്ന് നാം സുരക്ഷിതരായിരിക്കുകയും അത് പ്രായോഗികമാക്കുകയും അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. പിന്നീട് കൂടുതൽ സൂക്ഷ്മമായ ഒരു കാര്യം ഒരിടത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഇപ്രകാരം അരുളി ചെയ്തു. മഹ്മൂദ് ബിൻ ലബീദ് വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ്, लबीद बयान करते हैं ഷിർക്ക് അസ്ഗർ. സാബികൾ ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ റസൂലെ जिस चीज़ का ഷിർക്ക് അസ്ഗർ, ചെറിയ ഷിർക്ക്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, അത് റിയാ അഥവാ പ്രകടനാത്മകതയാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇപ്രകാരം അരുളി ചെയ്യും, ദുനിയാവിൽ വെച്ച് നിങ്ങൾ ആരെ കാണിക്കാനാണോ പ്രവർത്തിച്ചിരുന്നത്, ആരുടെ മുന്നിലാണോ നിങ്ങൾ റിയാ കാണിച്ചിരുന്നത്, അവരുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ പോയിക്കൊള്ളുക. അവർ നിങ്ങൾക്ക് വല്ല പ്രതിഫലം നൽകുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ അവരെ കാണിക്കാൻ വേണ്ടിയല്ല ചില കാര്യങ്ങൾ ചെയ്തിരുന്നത് എങ്കിൽ അവരിൽ നിന്ന് തന്നെ പ്രതിഫലം വാങ്ങിക്കൊള്ളൂ. അതിനാൽ പ്രകടനപരതയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള കൃത്രിമത്വവും പകിട്ടും അള്ളാഹുവിന് അങ്ങേയറ്റം അനിഷ്ടമുള്ള കാര്യങ്ങളാണ്. കാരണം ആ പ്രവൃത്തികൾ നിങ്ങൾ അള്ളാഹുവിന് പ്രീതിപ്പെടുത്താനല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ളവരെ കാണിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. अल्लाह ताला को खुश करने के लिए नहीं, ഇത്രയും ആഴത്തിൽ നമ്മൾ സ്വന്തം പ്രവൃത്തികൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പരലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ശുപാർശ ഉപകാരപ്പെടില്ല. इस गहराई से അള്ളാഹുവിന്റെ കൃപ മാത്രമാണ് അവിടെ ഉപകാരപ്പെടുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതും അവിടുത്തെ അനുസരിക്കുന്നതും പിൻപറ്റുന്നതുമാണ് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ. അത് അള്ളാഹു തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, और आपकी इताअत और मुताबिक വത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, को अल्लाह ताला അതായത് എന്നെ പിന്തുടരുക എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ തിരുമേനിയോട് यानी आपसे കൽപ്പിച്ചു, അള്ളാഹു കൽപ്പിച്ചു. उसे कह दो പിന്നെ ഒരു ഹദീസിൽ വന്നു വരുന്നു, ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, हदीस में आता है അവിടുന്ന് അരുളി ചെയ്തു, അള്ളാഹു തന്റെ മാർഗത്തിൽ तआला अन्हु ने रसूल ഇറങ്ങി പുറപ്പെടുന്നവന്റെ കാര്യത്തിൽ ഇപ്രകാരം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. अज़्ज़ा व जल ने उस ഒന്നുകിൽ അവൻ നേടിയെടുത്ത പ്രതിഫലത്തോടും യുദ്ധമുതലിനോടും കൂടി ഞാൻ അവനെ മടക്കി അയക്കും, അല്ലെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതായത് ഒന്നുകിൽ നേട്ടമുണ്ടാവും, വിജയമുണ്ടാകും, അല്ലെങ്കിൽ രക്തസാക്ഷിത്വമാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ ഇതിനൊരു നിബന്ധനയുണ്ട്. എന്നിലുള്ള വിശ്വാസം, എന്റെ പ്രവാചകനെ സത്യപ്പെടുത്തലുമാണ് അവനെ ജിഹാദിന് പ്രേരിപ്പിച്ചത് എങ്കിൽ മാത്രം. വിശ്വാസം ദൃഢമായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്നതിന്റെയും ഭയത്തിന്റെയും അവകാശം നിറവേറ്റിക്കൊണ്ടായിരിക്കണം ജിഹാദിന് ഇറങ്ങേണ്ടത്. അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിന് അത് പ്രയാസകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ലായിരുന്നെങ്കിൽ ഓരോ സൈനിക സംഘത്തോടൊപ്പം ഞാൻ പോകുമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയും പിന്നീട് പുനർജനിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും വീണ്ടും പുനർജനിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആഗ്രഹം ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ख्वाहिश का इजहार किया है।
അത് ഷെയ്ദ് വലിയുള്ള ഷാ സാബ് എഴുതുന്നു. वलीउल्लाह शाह साहब ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹസരത്ത് സയ്യിദ് വലിയുള്ള ഷാ സാബ് എഴുതുന്നു, ബുഖാരിയിലെ നിവേദന പ്രകാരം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്ത ലൗല അൻ അഷുക്ക അല ഉമ്മത്തി എന്ന വാക്കിന്റെ അർത്ഥം തന്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുമെന്ന് കരുതിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. तो मैं ऐसा करता. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ സഹാബികൾക്ക് അങ്ങേയറ്റത്തെ ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു എന്നത് അവിടത്തേക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു. ഭൂരിഭാഗം ആളുകൾക്കും അവിടുത്തെ പിന്തുടരാൻ വലിയ താല്പര്യമായിരുന്നു. അവിടുത്തെ ഉത്തമ മാതൃകയിൽ അത്രത്തോളം ആകർഷണ ശക്തിയും സ്വാധീനവും ഉണ്ടായിരുന്നു. അതിനാൽ തന്റെ പ്രവൃത്തികൾ ഉമ്മത്തിന് അമിത ഭാരമാകുമോ എന്ന് അവിടുന്ന് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതായത് അവിടുന്ന് എല്ലാ കാര്യങ്ങളും നിർബന്ധമാക്കിയിരുന്നെങ്കിൽ ഉമ്മത്ത് പ്രയാസത്തിൽ അകപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കാനാണ് ചിലപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം പോകാത്തതെന്ന്. उनके लिए ऐसा സെയ്ദ് വലിയുള്ള ഷാ സാബ് വീണ്ടും എഴുതുന്നു, അള്ളാഹുവിനോട് അവിടുത്തേക്ക് അഗാധമായ പ്രണയമായിരുന്നു. ശത്രുക്കൾ പോലും അഷിക മുഹമ്മദുൻ റബ്ബഹു എന്ന വാക്കുകളിലൂടെ ആ പ്രണയത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. എന്നാൽ ആ പ്രണയത്തോടൊപ്പം തന്നെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കരുത്തും അവിടുത്തേക്കുണ്ടായിരുന്നു. വിവേകം ഒരു നിമിഷം പോലും അവിടുത്തെ വിട്ടുപോയിരുന്നില്ല. സ്വന്തം പ്രവൃത്തികളിൽ അതിര് കടക്കുന്നവർക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട്. അന്ധമായി വികാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് വിശ്വാസത്തിന്റെ പൂർണ്ണതയോ ഉന്നതമായ നന്മയോ അല്ല. തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും അത് ചെയ്യണമെന്നും ഇത് ചെയ്യണമെന്നും ചിലർ പറയാറുണ്ട്. അള്ളാഹു മിതത്വം ഇഷ്ടപ്പെടുന്നവനാണ്. മധ്യ നിലവാരത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നന്മയുടെ പൂർണ്ണത. കാരണം അതിൽ സ്വന്തം മനസ്സിനോട് പോരാടേണ്ടതുണ്ട്. ഇവിടെ മനസ്സിനോടുള്ള പോരാട്ടവുമുണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹവുമുണ്ട്. ഇവ രണ്ടും മുന്നിൽ വെച്ച് വേണം പ്രവർത്തിക്കാൻ, അല്ലാതെ അന്ധമായി എടുത്തു ചാടുകയല്ല വേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്ന വഴി ദൈവപ്രേമത്തിന്റെയും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്റെയും ത്യാഗത്തിന്റെയും അങ്ങേയറ്റമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വിവേകപൂർണമായ മധ്യമാർഗവുമാണത്. दोनों को सामने रखते हुए काम करना है. അള്ളാഹുവിന്റെ കൽപ്പന ആയതുകൊണ്ടാണ് ആ മാർഗം സ്വീകരിക്കേണ്ടത്. हजरत सल्लल्लाहु अलैहि वसल्लम ने अपनी मिसालें कायम ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു, മുശ്രിക്കുകളിൽ നിന്ന് സഹായം തേടുന്നത് അവിടുന്ന് കഠിനമായി വെറുത്തിരുന്നു. അവിടുത്തെ ധർമ്മപത്നി ഹജരത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ മൈതാനത്തിലേക്ക് പുറപ്പെട്ടു. മദീനയുടെ പടിഞ്ഞാറ് 3 മൈൽ അകലെയുള്ള ഹറത്തുൽ വബറയിലെത്തിയപ്പോൾ कि आपने मुशरिकों അവിടുന്ന് ഒരാളെ കണ്ടുമുട്ടി. ധീരതയ്ക്കും പരാക്രമത്തിനും പേരുകെട്ട ആളായിരുന്നു അദ്ദേഹം. വീരശൂര പരാക്രമിയായിരുന്നു. അയാൾ വരുന്നത് കണ്ടപ്പോൾ സഹാബികൾക്ക് വലിയ സന്തോഷമായി. അയാൾ വരികയും തങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമല്ലോ എന്ന് അവർ കരുതി. അയാൾ അവിടുത്തെ സമീപിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ഞാൻ അങ്ങയോടൊപ്പം വരാനും യുദ്ധത്തിൽ പങ്കുചേരാനും അങ്ങയെ സഹായിക്കാനുമാണ് വന്നിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നീ അള്ളാഹുവിലും അവിടുത്തെ റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്ന് അയാൾ മറുപടി നൽകി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ മടങ്ങിപ്പോകുക, കാരണം ഒരു മുശ്രിക്കിന്റെയും സഹായം ഞാൻ സ്വീകരിക്കുന്നതല്ല. खिदमत में अर्ज किया कि मैं आपके साथ जाने ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അയാൾ തിരിച്ചുപോയി. ഞങ്ങൾ മദീനയിൽ നിന്ന് 7 മൈൽ അകലെയുള്ള സുൽ ഹുലൈഫയിലെ ഷജറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാൾ വീണ്ടും അവിടുത്തെ അടുക്കൽ വന്നു. അയാൾ അവിടുത്തെ കണ്ടെത്തുകയും ആദ്യത്തെ തവണ പറഞ്ഞതുപോലെ തന്നെ പറയുകയും ചെയ്തു. नहीं लूंगा. हजरत നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നൽകിയ അതേ മറുപടി നൽകി, यहाँ तक कि നീ മടങ്ങി പോകുക, ഞാൻ ഒരു മുശ്രിക്കിന്റെയും സഹായം സ്വീകരിക്കില്ല എന്ന് തന്നെ മറുപടി നൽകി. പിന്നീട് അയാൾ മടങ്ങിപ്പോയി. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ जहाँ से रसूल സുൽ ഹുലൈഫയ്ക്ക് അപ്പുറത്തുള്ള ബൈല എന്ന സ്ഥലത്ത് വെച്ച് അയാൾ വീണ്ടും അവിടുത്തെ കണ്ടുപിടി. അവിടെ വെച്ചും അവിടുന്ന് പഴയ ചോദ്യം തന്നെ ആവർത്തിച്ചു, നീ അള്ളാഹുലും അവിടുത്തെ റസൂലിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത്തവണ അയാൾ അതേ എന്ന് മറുപടി നൽകി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, എന്നാൽ വന്നുകൊള്ളുക, ഇപ്പോൾ നിനക്ക് ഞങ്ങളോടൊപ്പം വരാവുന്നതാണ്. സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അള്ളാഹുവിനോടുള്ള സ്നേഹവും അവിടുത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള അഭിമാനബോധവും ഒരു മുശ്രിക്കിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് അനുവദിച്ചില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്കും ദീനിനും വേണ്ടി മാത്രമായി ചെയ്യുന്ന കാര്യങ്ങളിൽ. क्या तुम अल्लाह और उसके रसूल पर ईमान लाते हो? उसने अब कहा कि जी हाँ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അരുളി ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നോക്കുക, എന്തൊരു ഉൾക്കാഴ്ചയായിരുന്നു അവിടത്തേക്ക്, എന്തൊരു സൂക്ഷ്മതയായിരുന്നു. और गैरत जो है वो ये बर्दाश्त नहीं कर सकती. മാരിഫത്ത് എത്രമാത്രം ഉണ്ടായിരുന്നു, എത്രമാത്രം സൂക്ഷ്മത പാലിച്ചിരുന്നു, എപ്രകാരമാണ് അവിടുന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നത്. എല്ലാ മനുഷ്യരെക്കാളും പൂർണ്ണനായിരുന്നിട്ടും എല്ലാവിധ പാപങ്ങളിൽ നിന്നും പരിശുദ്ധനായിരുന്നിട്ടും
അള്ളാഹു അവിടുത്തെ സംരക്ഷകനായിരുന്നിട്ടും ആ പവിത്രതയ്ക്കും പരിശുദ്ധിക്കും ഇടയിൽ അവിടുന്ന് എല്ലാ നിമിഷവും അള്ളാഹിനെ ഭയപ്പെട്ടിരുന്നു. നന്മയ്ക്കുമേൽ നന്മകൾ ചെയ്യുകയും അത്യുന്നതമായ പ്രവൃത്തികൾ നിർവഹിക്കുകയും ചെയ്തു. ഒരു നന്മയ്ക്ക് ശേഷം മറ്റൊരു നന്മ എന്ന നിലയിൽ അവിടുന്ന് മുന്നേറിക്കൊണ്ടിരുന്നു. തിന്മയെക്കുറിച്ച് ഒരു ചോദ്യം ഉദിച്ചിരുന്നില്ല. തിന്മയെക്കുറിച്ചുള്ള ചോദ്യം തന്നെ ഉദിച്ചിരുന്നില്ല. അതിന്റെ ഒരു നിഴൽ പോലും അവിടുന്ന് ഉണ്ടായിരുന്നില്ല. ഉന്നതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും എല്ലാ നിമിഷവും അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു. അവിടുന്ന് അങ്ങേയറ്റം ഭയപ്പെടുകയും തന്റെ ഭാഗത്തു നിന്ന് കഴിയുന്നത്ര സൂക്ഷ്മത പുലർത്തുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ പരാശ്രയ മുക്തിയിലേക്കും അവിടുത്തെ പ്രതാപത്തിലേക്കും നോക്കുമ്പോൾ തന്റെ എല്ലാ കർമ്മങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവസരം ലഭിക്കുമ്പോഴെല്ലാം തൗബ ചെയ്യുകയും ചെയ്തിരുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വല്ലാഹി ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ബുഖാരിയിലെ ഈ ഹദീസിന്റെ അർത്ഥം ഇപ്രകാരമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു ആണ്, ഞാൻ ഒരു ദിവസം 70-ലധികം തവണ അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ബലഹീനതകൾക്ക് മാപ്പിരക്കുകയും അള്ളാഹുവിന്റെ പാദങ്ങളിലേക്ക് മടങ്ങി ചെയ്യുന്നു. അറബിയിൽ 70 എന്ന വാക്ക് എണ്ണമറ്റ തവണ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അതായത് അസംഖ്യം, അനവധി തവണ ഞാൻ ഇപ്രകാരം ചെയ്യുന്നു. അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹം അത്രത്തോളമായിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും അവിടുത്തെ പവിത്രമായ നാവ് അള്ളാഹുവിന്റെ സ്മരണയാൽ ആർദ്രമായിരുന്നു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിച്ചതുപോലെയും ഹദീസുകളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതുപോലെയും എല്ലാ സമയവും അവിടുത്തെ നാവ് ദിക്റുകളിൽ മുഴുകിയിരുന്നു. ഹദരത്ത് സുമ്ര ബിൻ ജുന്ദബ് വിവരിക്കുന്നു, ഹദീസുകളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതുപോലെ എല്ലാ സമയവും അവിടുത്തെ നാവുകളിൽ മുഴുകിയിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, 4 കാര്യങ്ങൾ മറ്റെല്ലാ സംസാരങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അതിൽ ഏത് ആദ്യം തുടങ്ങിയാലും നിനക്ക് ദോഷമില്ല. ഈ കാര്യങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് ഏറ്റവും ഉത്തമവും വലിയ ബർക്കത്തുള്ളതുമാണ്. അവ എന്തെന്നാൽ 1 സുബ്ഹാനല്ലാ, 2 അൽഹംദുലില്ലാ, 3 ലാ ഇലാഹ ഇല്ലല്ലാ, 4 അല്ലാഹു അക്ബർ. അതായത് അള്ളാഹു പരിശുദ്ധനാണ്, എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ എപ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുകയും സംസാരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഇവ മുന്നിൽ വെക്കുകയും ചെയ്താൽ അതിൽ ബർക്കത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇപ്രകാരം ഹദരത്ത് അബ്ദുല്ലാ ബിൻ ബിസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഗ്രാമീണൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഇപ്രകാരം അപേക്ഷിച്ചു, ഇസ്ലാമിലെ നിയമങ്ങളും സൽക്കർമ്മങ്ങളും എനിക്ക് വളരെ കൂടുതലായി അനുഭവപ്പെടുന്നു. അതായത് എന്നെ പോലുള്ള ഒരാൾക്ക് നിയമങ്ങളും നിർദ്ദേശങ്ങളും നന്മയുടെ കാര്യങ്ങളും ഒരുപാട് അധികമായിരിക്കുന്നു. ഗ്രാമീണർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ തനിക്ക് കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വല്ല കാര്യവും പറഞ്ഞു തരണമെന്ന് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, നിന്റെ നാവ് എപ്പോഴും ദൈവസ്മരണയാൽ ആർദ്രമായിരിക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. അതായത് നിന്റെ നാവ് എപ്പോഴും ദൈവസ്മരണയിലായിരിക്കണം, അതിൽ മുഴുകിയിരിക്കണം, അത് ദൈവസ്മരണയാൽ ആർദ്രമായിരിക്കണം. പിന്നീട് ഒരു നിവേദനത്തിൽ വരുന്നു, ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്നതും ആണ്. മറ്റൊരു നിവേദനത്തിൽ ഹദരത്ത് അബു ഉമാമ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, മക്കയിലെ താഴ്വര എനിക്ക് സ്വർണമാക്കി മാറ്റാമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അപേക്ഷിച്ചു, എന്റെ രക്ഷിതാവേ, അങ്ങനെയല്ല, മറിച്ച് ഒരു ദിവസം ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും മറ്റൊരു ദിവസം വിശന്നിരിക്കുകയും ചെയ്യട്ടെ. ഞാൻ വിശന്നിരിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ കരയുകയും നിന്നെ ഓർക്കുകയും ചെയ്യും.
അതുപോലെ ഞാൻ സംതൃപ്തനായി ഭക്ഷണം കഴിക്കുമ്പോൾ നിന്നെ സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യും. शेर होकर खाना खाऊंगा. എനിക്ക് സ്വർണം വേണ്ട, എനിക്ക് എപ്പോഴും നിന്നെ സ്മരിക്കാൻ കഴിയുന്ന അവസ്ഥ മതി. സ്വർണവും സമ്പത്തും അധികമായാൽ നിന്നെ സ്മരിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് അവസാനിച്ചു പോയേക്കാം. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം അരുളി ചെയ്തിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചത് സാമ്പത്തികമായി അവിടുത്തെ സാഹചര്യം ദുർബലമായത് അള്ളാഹു അവിടത്തേക്ക് ഒന്നും നൽകാത്തത് കൊണ്ടായിരുന്നില്ല. അള്ളാഹു അവിടത്തേക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും സ്മരണയിലും അവിടുന്ന് ലളിത ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. എങ്കിലും അവിടുന്ന് അനുഗ്രഹങ്ങളെ നിഷേധിച്ചുമില്ല. നല്ല ഭക്ഷണങ്ങളും അനുഗ്രഹങ്ങളും അവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു. അതിന് അള്ളാഹുവിനോട് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്തിരുന്നു. कि आप नेमतों का इनकार करते थे. ഇപ്രകാരം ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു നിവേദനത്തിൽ വരുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷകരമായ വല്ല കാര്യവും ഉണ്ടായാലോ വല്ല സുവാർത്തയും ലഭിച്ചാലോ ഉടൻ തന്നെ അവിടുന്ന് അള്ളാഹുവിന് നന്ദി അർപ്പിക്കാനായി സുജൂദ് ചെയ്യുമായിരുന്നു. कोई खुशी वाली बात पेश അള്ളാഹുവിന്റെ മുന്നിൽ നന്ദി കാണിക്കുന്നതും आती खुशखबरी सुनाई जाती तो आप അവിടുത്തെ അള്ളാഹുവിനോടുള്ള സ്നേഹവും അവന്റെ സ്തുതിയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സ്തുതിയും അറിയിക്കുന്നതും അള്ളാഹുവിനോടുള്ള അടിമത്തം ആവശ്യപ്പെടുന്നതും ഇപ്രകാരമാണ്: ഉടൻ തന്നെ അവന്റെ മുന്നിൽ കുനിയുകയും അവന് നന്ദി അറിയിക്കുകയും ചെയ്യുക എന്നത്. ഹദരത്ത് ബറാബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, बिन आजिब ने बयान की റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, कि रसूलुल्लाह നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു ചെയ്യുക. നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യുന്നത് നല്ല കാര്യമാണ്. പിന്നെ വലതുവശത്ത് ചെരിഞ്ഞു കിടക്കുക, എന്നിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുക. ആ ദുആകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: അതായത് ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഇങ്ങനെ ദുആയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവെ, ഞാൻ എന്നെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിന്നോടുള്ള ഭയത്താലും സ്നേഹത്താലും ഞാൻ നിന്നെ എൻ്റെ ആശ്രയവും അവലംബവുമാക്കിയിരിക്കുന്നു. നിന്റെ അടുത്തല്ലാതെ മറ്റൊരു അഭയസ്ഥാനമോ രക്ഷാകേന്ദ്രമോ ഇല്ല. രക്ഷ നിന്റെ പക്കൽ മാത്രമാണ്. നീ ഇറക്കി തന്ന നിന്റെ ഈ ഗ്രന്ഥത്തിലും നീ നിയോഗിച്ച നിന്റെ ഈ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, നിങ്ങൾ ഈ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ രാത്രിയിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മരണം ഫിത്രത്തിൽ, അതായത് പരിശുദ്ധ പ്രകൃതത്തിലായിരിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളെ നിങ്ങളുടെ അവസാന ഭാഷണമാക്കുക. നിവേദനം പറയുന്നു, ഞാൻ ഈ വചനങ്ങളെ ഹൃദിസ്ഥമാക്കുമെന്ന് അപേക്ഷിക്കുകയും വബി റസൂലിക്ക് അല്ലസി അർസൽത്ത, നീ നിയോഗിച്ച നിന്റെ റസൂലും എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ആ വാക്കുകളും ഉൾപ്പെടുത്തുമെന്ന് അപ്പോൾ പറഞ്ഞു. അതായത് നീ നിയോഗിച്ച റസൂലും എന്ന വാക്കും ഞാൻ ഉൾപ്പെടുത്തുമെന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, വേണ്ട, നീ ഇപ്രകാരം പറയുക: വബി നബിയക്കല്ലസി അൻസൽത്ത, നീ നിയോഗിച്ച നിന്റെ നബിയിൽ ഞാൻ വിശ്വസിക്കുന്നത് പറയുക. റസൂലിന് പകരം നബി എന്ന് പറയാൻ പറഞ്ഞു. അത് മുസ്ലിം അരുളി ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് ഒരു കാലത്തും അശ്രദ്ധനായിരുന്നില്ല, ഒരിക്കലും മരണത്തെ വിസ്മരിച്ചിരുന്നില്ല. ദൈവഭയം അവിടുത്തെ മേൽ അത്രത്തോളം ആധിപത്യം പുലർത്തിയിരുന്നു. മിക്കവാറും ഇന്ന് തന്നെ മരണം സംഭവിക്കുമെന്നും ഇന്ന് തന്നെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാകേണ്ടി വരുമെന്നും കരുതിയാണ് അവിടുന്ന് ഓരോ ദിവസവും ഉറങ്ങാൻ കിടന്നിരുന്നത് തന്നെ. അതിനാൽ ട്രെയിൻ ഇപ്പോഴോ മറ്റോ പുറപ്പെടുമെന്ന് വിചാരിക്കുന്നത്, ഇപ്പോൾ ട്രെയിൻ വരും എന്ന് വിചാരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് അവിടുന്ന് ജീവിച്ചിരുന്നത്. ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള അത്തരം കാര്യങ്ങളിൽ അവിടുന്ന് ഒരിക്കലും സ്വയം കുടുങ്ങിയിരുന്നില്ല. ട്രെയിനിൽ കയറേണ്ടവന് അത് വൈകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യരുതെന്ന ചിന്തയുള്ളതിനാൽ അവൻ ട്രെയിനിനായി കാത്തിരിക്കും. അതുപോലെ അവിടുന്ന് എപ്പോഴും തന്റെ പ്രിയതമന്റെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ തയ്യാറായി നിന്നിരുന്നു. കടന്നു പോകുന്ന ഓരോ ശ്വാസവും അവിടുത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹ ഫലമായി കരുതുകയും മരണത്തെ എപ്പോഴും ഓർക്കുകയും ചെയ്തിരുന്നു. ഹദരത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് ഇപ്രകാരമായിരുന്നു: അവിടുന്ന് കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ കൈ കവിളിന് താഴെ വെക്കുകയും എന്റെ നാഥ, എന്റെ മരണവും എന്റെ ജീവിതവും നിന്റെ നാമത്തിലായിരിക്കട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഉറക്കം ഉണരുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു: ഞങ്ങളെ മരണത്തിന്, അതായത് ഉറക്കത്തിന് ശേഷം ജീവിപ്പിച്ച എന്റെ രക്ഷിതാവിന് സ്തുതി, നിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ മടങ്ങിപ്പോകാനുള്ളത് എന്നും ചൊല്ലുമായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓരോ രാത്രിയും കിടക്കയിലേക്ക് പോകുമ്പോൾ തന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കണക്കുകളും തീർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അതായത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ പോലും അത് നിന്റെ നാമത്തിലായിരിക്കട്ടെ എൻ്റെ ജീവിതം മുഴുവനും എന്ന്. പിന്നീട് ഉണരുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പറയുമായിരുന്നു. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞതായിരുന്നു, എന്നാൽ നീ തന്നെയാണ് എന്നെ വീണ്ടും ജീവിപ്പിച്ചതും എൻ്റെ ആയുസ്സിൽ ബർക്കത്ത് ചൊരിഞ്ഞതും. അത് നിന്റെ വലിയ കൃപയാണ്. ആദ്യത്തെ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മരണത്തെ സ്മരിച്ചിരുന്നു എന്നതിന് ഈ പ്രാർത്ഥനയും ഒരു സാക്ഷിയാണ്.
മറ്റൊരു ദുആയുണ്ട്, അവിടുന്ന് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അവസാന നിമിഷമായി കണ്ടിരുന്നു. അവിടുന്ന് ഉറങ്ങാൻ പോകുമ്പോൾ തന്റെ കാര്യങ്ങളിൽ രക്ഷിതാവുമായി ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു. को आखिरी घड़ी जानते थे और जब आप सोने लगते तो अपने रब से अपने അതായത് ഏതൊരു മാറ്റത്തിനും അവിടുന്ന് തയ്യാറാകുമായിരുന്നു. ഹജറത്ത് ബറാ ബിൻ ആസിബ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്യുമായിരുന്നു: എന്റെ രക്ഷിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നു. वसल्लम जब अपने बिस्तर पर जाकर लेटते तो अपने दाएं पैर അതായത് റസൂലുള്ള കിടക്കാൻ പോകുമ്പോൾ വലതുവശത്ത് കിടന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അള്ളാഹുവെ, ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നു, എൻ്റെ മുഴുവൻ ശ്രദ്ധയും നിന്റെ ഭാഗത്തേക്ക് തിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും നിന്റെ അഭയത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നിന്നിൽ നിന്നുള്ള നേട്ടത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്റെ മഹത്വത്തെയും പരാശ്രയമുക്തിയും ഞാൻ ഭയപ്പെടുന്നു. तेरे गजब से बचने നിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ പക്കലല്ലാതെ മറ്റൊരു അഭയസ്ഥാനമോ രക്ഷാകേന്ദ്രമോ ഇല്ല. നിന്നിൽ നിന്ന് തന്നെ രക്ഷയും അഭയവും തേടുക എന്നതല്ലാതെ നീ ഇറക്കി തന്ന കിതാബിലും നീ നിയോഗിച്ച റസൂലും ഞാൻ വിശ്വസിക്കുന്നു. रसूल पर जो तूने भेजा है ईमान लाता हूँ। ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരികയും അവിടുന്ന് അത് കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. हमें तो खुद भी ഹദരത്ത് മുസ്ലിമോദ് റളിയല്ലാഹു ഇപ്രകാരം എഴുതുന്നു: कि लोग अपनी दुकान ആളുകൾ തങ്ങളുടെ കടകൾ അടയ്ക്കുമ്പോൾ അതിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുമായുള്ള കണക്കുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബോധ്യപ്പെടുത്താൻ ആളുകൾ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ചിന്തയില്ല. എന്നാൽ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിനുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ മുഴുകിയിരുന്ന ആ പുണ്യപുരുഷന്റെ അവസ്ഥ എന്തായിരുന്നു? അവിടുന്ന് സ്വയം കടമകൾ നിർവഹിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്റെ എല്ലാ പരിശ്രമങ്ങളെയും ആരാധനകളെയും മറന്നുകൊണ്ട് താൻ യാതൊരു സേവനവും ചെയ്തിട്ടില്ലാത്തവനെ പോലെ വിനീതനായി തന്റെ നാഥന്റെ തിരുസന്നിധിയിൽ കണക്കുകൾ ബോധിപ്പിക്കാനും നിൽക്കുമായിരുന്നു. തന്റെ ആത്മാവിനെ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ച് ഈ ലോകത്തു നിന്നും അതിലുള്ളവയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് വെളിപ്പെടുത്തി അള്ളാഹുവിന്റെ കൈകളിൽ തന്റെ കൈ ഏൽപ്പിക്കുന്നത് വരെ അവിടുന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നില്ല. स्पुर्द करके दुनिया व माफिहा നിവേദനത്തിൽ പ്രകാരവും വന്നിരിക്കുന്നു. ഹജറത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു: സുബഹി നമസ്കാരം മുതൽ സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നതോടൊപ്പം ഇരിക്കുന്നത് ഹജറത്ത് ഇസ്മായിലിന്റെ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. റസൂലുള്ള പറയുമായിരുന്നു, സുബഹിക്ക് ശേഷം സൂര്യോദയം വരെ ദൈവസ്മരണ നടത്തുന്നത്. അതുപോലെ അസർ നമസ്കാരം മുതൽ സൂര്യാസ്തമയം മഗ്രിബ് വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നതോടൊപ്പം ഇരിക്കുന്നത് 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്മരിക്കുന്നവർക്കും ഹജറത്ത് ഇസ്മായിലിന്റെ സന്തതികളെക്കാളും തന്റെ ബന്ധുക്കളെക്കാളും അവിടുന്ന് മുൻഗണന നൽകിയിട്ടുണ്ടായി. അവരുടെ അടിമത്തം സഹിക്കാൻ സാധിച്ചേക്കാം, അതായത് ബന്ധുക്കൾ അടിമകളായത് സഹിച്ചേക്കാം. എന്നാൽ അള്ളാഹുമായുള്ള വേർപാട് അവിടത്തേക്ക് സഹിക്കാൻ ആയിരുന്നില്ല. എവിടെയെങ്കിലും അള്ളാഹുവിന്റെ സ്മരണ നടക്കുന്നുണ്ടെങ്കിൽ, അവന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരമുണ്ടെങ്കിൽ ഞാൻ ആ സദസ്സിൽ നിന്ന് എങ്ങനെ ദൂരെയാകും? സുബ്ഹാനല്ലാഹ്, എന്തൊരു ദൈവപ്രേമമാണിത്! അവിടുന്ന് ജനങ്ങളിൽ ആ സ്നേഹം വളർത്തിയെടുക്കുകയായിരുന്നു. അവിടുത്തെ ഉള്ളിൽ അത് അതിന്റെ പരമകാഷ്ഠയിലെത്തിയിരുന്നു. പിന്നീട് തന്റെ വിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവസ്നേഹത്തിലും സ്മരണയിലും മുഴുകിയിരിക്കണമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി എന്നത് നിന്റെ മരണം സംഭവിക്കുമ്പോൾ നിന്റെ നാവ് അള്ളാഹുവിന്റെ സ്മരണയാൽ ആർദ്രമായിരിക്കുക എന്നതാണ്. सबसे ज्यादा पसंदीदा अमल ये നിവേദനത്തിൽ വരുന്നു, ഹജറത്ത് അബൂ ദർദാ റളിയല്ലാഹു വിവരിക്കുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു: നിങ്ങളുടെ ഉടമസ്ഥന്റെ, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമവും ഏറ്റവും പരിശുദ്ധവും നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതുമായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അത് സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. तुम्हारे मालिक के नजदीक सबसे ज्यादा पकीजा है। നിങ്ങൾ ശത്രുവിനെ നേരിടുകയും നിങ്ങൾ അവരുടെ കഴുത്തറക്കുകയും അവർ നിങ്ങളുടെ കഴുത്തറക്കുകയും ചെയ്യുന്നതിനേക്കാൾ, അതായത് യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണത്. ഇതിനെ നിങ്ങൾക്ക് ജിഹാദ് എന്ന് വിളിക്കാം. ഇതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അത് ഈ ജിഹാദിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞു. സഹാബകൾ ചോദിച്ചു, അതേ, പറഞ്ഞു തന്നാലും. ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ പറയുന്നത് ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശത്രുക്കളുടെ കഴുത്തറക്കുന്നതിന് പകരം സ്വന്തം ആളുകളുടെ കഴുത്തറക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാകട്ടെ ഏറ്റവും വലിയ പാപവുമാണ്. आजकल मुसलमान तो ये कहते हैं ना कि जिहाद सबसे अफजल है। മുസ്ലിങ്ങളെ തന്നെയാണ് അവർ കൊന്നെടുക്കുന്നത്. उनकी तो അത് വലിയ പാപമാണ്. ഏതായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, जो सबसे बड़ा गुनाह ഈ ജിഹാദിനേക്കാൾ ഉത്തമമായ കാര്യം ദൈവസ്മരണ, ദിക്ർ ഇലാഹി എന്നതാണ്. फरमा रहे हैं कि അള്ളാഹുവിനെ സ്മരിക്കുക, അത് എല്ലാ ജിഹാദിനേക്കാളും വലിയ ജിഹാദാണ്. ഇതാണ് ഇസ്ലാമിക അധ്യാപനം. എന്നിട്ടും മുസ്ലിങ്ങളുടെ മേൽ കുറ്റാരോപണം നടത്തപ്പെടുന്നു. ഹദരത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, जिहादों से बढ़कर जिहाद है।
അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകാൻ അള്ളാഹുവിന്റെ സ്മരണയേക്കാൾ വലിയ മറ്റൊന്നില്ല. അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ അനേകം ശിക്ഷകളിൽ നിന്നും നടപടികളിൽ നിന്നും ताला बयान करते അള്ളാഹു നിങ്ങളെ രക്ഷിക്കുന്നതാണ്. फरमाया जिक्रुल्लाह से बढ़कर कोई शय अल्लाह के अज़ाब അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം ദൈവസ്മരണ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയുന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇതായിരുന്നു ദൈവപ്രേമത്തിന്റെ വികാരം. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അവസാന നിമിഷത്തിലും അവിടുത്തെ പവിത്രമായ നാവിൽ നിന്നും ആ യഥാർത്ഥ പ്രിയതമന്റെ നാമമായിരുന്നു ഉതിർന്നിരുന്നത്. कोई मबूद इबादत के लायक नहीं, ഇത് കാരണം ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, तो ये मुझे हर उस चीज से ज्यादा നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യവാനായിരുന്ന കാലത്ത് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ये मोहब्बत इलाही का जज्बा था। ഏതൊരു പ്രവാചകനും സ്വർഗത്തിലെ തന്റെ സ്ഥാനം, താൻ എവിടെയാണ് സ്വർഗത്തിൽ പോയാൽ ഉണ്ടാകുക, ആ സ്ഥാനം കാണുന്നത് വരെ മരണപ്പെടുന്നില്ല. ഏതൊരു നബിയും സ്വർഗത്തിലെ തന്റെ സ്ഥാനം കാണുന്നത് വരെ മരണപ്പെടില്ല എന്ന് സാരം. അതിനുശേഷം कि कोई नबी ആ പ്രവാചകന് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകപ്പെടുന്നു. अपना ठिकाना देख लेता है। പിന്നെ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം സമാഗതമായപ്പോൾ ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, फिर इसको इख्तियार दिया जाता है। ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുദേഹം എൻ്റെ മടിയിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധക്ഷയമുണ്ടായി. പിന്നെ ബോധം തിരിച്ചു കിട്ടി. അവിടുന്ന് വീടിന്റെ മേൽക്കൂരയിലേക്ക് ദൃഷ്ടി ഉയർത്തി ഇപ്രകാരം അരുളി ചെയ്തു, അല്ലാഹുമ്മ റഫീഖൽ ആല, അതായത് അള്ളാഹുവെ അത്യുന്നതനായ സ്നേഹിതനിലേക്ക്. ഞാൻ കരുതി ഇനി അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കില്ല എന്ന്, അത് ലോകത്തെ തിരഞ്ഞെടുക്കില്ല എന്ന്. അവിടുന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് ആ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നി. ആരോഗ്യവാനായിരുന്നപ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്ന അതേ കാര്യമാണ് ഇതും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. जो आप हमसे सेहत में बयान किया करते थे, അതായത് അവിടത്തേക്ക് ആ തിരഞ്ഞെടുപ്പുള്ള അവസരം ലഭിച്ചിരുന്നു. ഇപ്പോൾ അവിടുന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉച്ചരിച്ച വാക്ക് അല്ലാഹുമ്മ റഫീഖൽ ആല എന്നതായിരുന്നു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു സ്ഥലത്ത് വിവരിക്കുന്നു, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നിതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വെച്ചും എന്റെ ഊഴമുള്ള ദിവസവും എന്റെ നെഞ്ചിനും കഴുത്തിനും ഇടയിൽ വെച്ചും വഫാത്തായി എന്നതാണ്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് എന്റെ ഉമുനീരും അവിടുത്തെ ഉമുനീരും തമ്മിൽ ഒത്തുചേരാൻ അള്ളാഹു ഇടയാക്കി. അത് ഇപ്രകാരമായിരുന്നു, അബ്ദുറഹ്മാൻ എന്റെ അടുക്കൽ വന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായി ഇരിക്കുകയായിരുന്നു. അവിടുന്ന് ആ മിസ്വാക്കിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അവിടത്തേക്ക് മിസ്വാക്ക് ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഇത് അങ്ങേക്കായി जानती थी कि आप मसवाक മൃദുവാക്കി നൽകട്ടെ, ഇത് നൽകട്ടെ. അവിടുന്ന് തലയാട്ടി അതേ എന്ന് സൂചന നൽകി. ഞാൻ അവിടത്തേക്ക് നൽകിയപ്പോൾ അത് കടുപ്പമുള്ളതായി അവിടത്തേക്ക് തോന്നി. ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ ഇത് മൃദുവാക്കി നൽകട്ടെ. मैंने अर्ज किया, मैं आपके लिए उसे नरम कर दूं। അവിടുന്ന് അതേ എന്ന് സൂചന നൽകി, തലയാട്ടി. ഞാൻ അത് വായിലിട്ട് ചവച്ച് അവിടത്തേക്ക് വേണ്ടി മൃദുവാക്കി നൽകി. അവിടുത്തെ മുന്നിൽ ഒരു ചെറിയ പാത്രമുണ്ടായിരുന്നു. പാത്രം ചെറുതായിരുന്നോ വലുതായിരുന്നോ എന്ന് നിവേദകന് സംശയമുണ്ട്. ഏതായാലും അവിടുത്തെ മുന്നിൽ വെള്ളമുള്ള ഒരു പാത്രമുണ്ടായിരുന്നു, വെള്ളത്തിന്റെ പാത്രം ഉണ്ടായിരുന്നു. അവിടുന്ന് തന്റെ കൈകൾ വെള്ളത്തിൽ മുക്കി മുഖത്ത് തടവിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല, തീർച്ചയായും മരണത്തിന് കഠിനമായ വേദനകളുണ്ട്. പിന്നീട് അവിടുന്ന് തന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ ആല, റഫീഖ് ആല, അത്യുന്നതനായ സ്നേഹത്തിലേക്ക്. അങ്ങനെ അവിടുന്ന് വഫാത്താകുകയും അവിടുത്തെ കൈ താഴേക്ക് വീഴുകയും ചെയ്തു. ഹജറത്ത് മസീഹ് ഇസ്ലാം അരുളി ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ത്യസമയത്ത് അള്ളാഹു ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവകാശം നൽകിയിരുന്നു. खुदा ताला ने आखिर അതായത് അങ്ങേക്ക് വേണമെങ്കിൽ ദുനിയാവിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ എന്റെ അടുത്തേക്കും വരാം. അവിടുന്ന് അപേക്ഷിച്ചു, എന്റെ രക്ഷിതാവേ, ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക്, അള്ളാഹുവെ നിന്റെ അടുത്തേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ആ ആത്മാവ് വിട്ടുപിരിയുമ്പോൾ ഉച്ചരിച്ച അവസാന വാക്ക് ബിർ റഫീഖിൽ ആല എന്നതായിരുന്നു. അതായത് ഇനി ഇവിടെ എനിക്ക് കഴിയേണ്ടതില്ല, എനിക്ക് ആഗ്രഹമില്ല ഇവിടെ ദുനിയാവിൽ താമസിക്കാൻ, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകണം. അവിടത്തേക്ക് ജീവിതത്തോടായിരുന്നു താല്പര്യമെങ്കിൽ അപ്രകാരം സംഭവിക്കുമായിരുന്നു, അതായത് അതിനും അനുവാദമുണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് അരുളി ചെയ്തു, ഇനി എനിക്ക് ഈ ലോകത്ത് കഴിയേണ്ടതില്ല. അങ്ങനെ അവിടുന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസലിം ഇന്നക ഹമീദു മജീദ്. आले मोहम्मदिन मुबारक वसल्लम इन्नका हमीदुन मजीद।
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر